പെട്ടെന്നൊരു മന്തി ഉണ്ടാക്കിയല്ലോ. സിമ്പിളാണ്, നമുക്ക് ഉണ്ടാക്കാം. വാ, ആദ്യം തന്നെ ചിക്കൻ നല്ലോണം കേക്ക് എടുക്കുക. നമ്മൾ ഏതിലാണോ മന്തി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് കുത്തി കൊടുക്കുക. പിന്നെ അതിലേക്ക് ക്യാപ്സിക്കോ ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയിലും പുതിനയിലും ചെറുതായിട്ട് അരിഞ്ഞത്, അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ കളറ് ഓപ്ഷണലാണ്, ഞാൻ വെറുതെ ഇട്ട്. പിന്നെ ഇതിലേക്ക് പൊടിച്ച കുരുമുളകും പൊടിക്കാത്ത കുരുമുളകും ആഡ് ചെയ്യാം. പിന്നെ ആഡ് ചെയ്യേണ്ടത് ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയും, അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 5 to 10 മിനിറ്റ് മാക്സിമം വെക്കുക. കുറേ നേരം വെച്ചാൽ അതിലൊരു ടേസ്റ്റ് ആവും. അത് പിന്നെ അടുപ്പത്തേക്ക് വെക്കുക. പിന്നെ കുറച്ച് നേരം ഇതായി കഴിഞ്ഞാൽ ചിക്കനൊന്ന് മറിച്ചിടാം. ഞാൻ മറിച്ചിട്ടിട്ട് ചിക്കൻ തന്നെ മറിയുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെ ഞാൻ ചിക്കനൊക്കെ ഫുള്ളായിട്ട് മറിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. അതൊന്നൊരു വേറെ പാത്രത്തിലേക്ക് ചിക്കൻ മാറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ചില്ലി ഫ്ലേക്സും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പുറത്തെ അടുപ്പിൽ അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിരിക്കണം. അപ്പത്തിനേക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കുക. കുറേ ഓയിലൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പത്തിനേക്ക് നമ്മൾ ഫുള്ള് ഇത് പൊരിച്ച് കഴിഞ്ഞ് പിന്നെ അപ്പോൾ തന്നെ ചോറും വെന്തയിന് നമുക്ക് ഇതിലേക്ക് ഇതാക്കാം. നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ച എണ്ണയിലേക്ക് അതിടുക. പിന്നെ മഞ്ഞൾ കലക്കിയിട്ട് ചോറിടുന്നതനുസരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചിക്കൻ മുകളിൽ വെച്ചിട്ട് നമുക്കിത് പോയിക്കാം. സംഭവം റെഡി ആയിക്കണം. അപ്പോൾ ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ്.